നിൽക്ക്. ആന്റണി ഇവിടെ. നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിയിട്ട് വരാം. ചെയ്യില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യില്ല. പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. നീ ആ നിയമം ലംഘിച്ചു. ഞങ്ങൾ ചെയ്യില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യില്ല. താഴ്ത്തു. പോകൂ. പോകാൻ പോകാൻ. മിസ്റ്റർ രാജശേഖരൻ തമ്പിയുടെ കൃത്യനിർവഹണത്തെയും ആത്മാർത്ഥയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ കൊള്ളക്കാരനായ ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. അയാൾ ഈ നാടിന്റെ ചാവുമാണ്, പോലീസിന്റെ ഏറ്റവും വലിയ തലവേദനയും. നിരായുധനായ അയാളെ കിട്ടിയപ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു.
കൊള്ളക്കാർക്ക് ആയുധം കൊടുക്കുന്നതിലും റിപ്പോർട്ടുകൾ എത്തിച്ചു കൊടുക്കുന്നതിലും പോലീസിന്റെ പേരിൽ ഇപ്പോൾ തന്നെ പല ആക്ഷേപമുണ്ട്. ആ നിലയ്ക്ക് ഗംഗയെ വിട്ടയച്ചത് കൂടുതൽ ആക്ഷേപങ്ങൾ കാരണമാകും. ഇതേപ്പറ്റി തമ്പിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഗംഗ കൊള്ളക്കാരനാണ്, പക്ഷേ അയാൾക്കൊരു ഹൃദയമുണ്ട്. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായാൽ തിരുത്തിയെടുക്കാവുന്ന ഒരു മനുഷ്യനാണ് അയാൾ എന്നെനിക്ക് തോന്നി. മിസ്റ്റർ തമ്പിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, പോലീസിന്റെ ഭാഷയും ഇതല്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അതിന് കിട്ടാത്ത ഭീകരന്മാർ കൊല്ലപ്പെടണം. പോലീസ് ആക്ട് അനുസരിച്ച് ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. എക്സ്ക്യൂസ് മീ സർ, ഏത് നിമിഷവും ഗംഗയെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. എത്രയോ കൊള്ളക്കാരെ നാം വെടിവെച്ചു കൊന്നു, എത്രയോ പേരെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ടും കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അത് ദിവസം തോറും കൂടുന്നതേ ഉള്ളൂ. എത്രയോ പോലീസുകാർ കൊല്ലപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ നിരാലംബമായി, എത്രയോ ഗ്രാമങ്ങളാണ് പ്രതികാരവരിയിൽ കൊള്ളക്കാർ ചുട്ടരിച്ചത്. ഇത് പരിഹരിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കിക്കൂടെ? തോക്കിന്റെയും ലാത്തിയുടെയും ഭാഷ മാത്രമല്ല പോലീസിന്റേതെന്ന് നമുക്ക് തെളിയിച്ചുകൂടെ? വാട്ട് ഡു യു മീൻ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരും കുറ്റക്കാരാകാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്താൽ സമൂഹത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. വിനോബാജി തെളിയിച്ചതുമാണ്, നമ്മുടെ സർക്കാർ സമ്മതിച്ചതുമാണ്. ഗംഗയും കൂട്ടരെയും അങ്ങനെ തിരുത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സർ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കുഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ പട്ടിണി പാവങ്ങളെ കൊള്ളയടിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അവിടെ നിന്ന് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനല്ല, അവരൊന്ന് ഭീഷണിപ്പെടുത്താനാ. എന്തിന്? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, പണം മാത്രമല്ല ആവശ്യം, ജനപിന്തുണയും ആവശ്യമാണ്. ഗംഗയൊന്ന് വിരലനക്കിയാൽ അവര് നമ്മുടെ പുറകിൽ അണിനിരക്കണം. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു? കൊള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്നോ? ഞാനായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഭരണപക്ഷമോ എതിർപക്ഷമോ? രണ്ട് പക്ഷവും സീറ്റ് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആർക്കാണ് ജനപിന്തുണ എന്ന് അറിയട്ടെ, അവിടെ നിൽക്കാം. അതെ, ചെലവിലുള്ള പണം പതിവ് പോലെ ഞങ്ങൾ തരും. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ടെലസ്കോപ്പിക് സൈറ്റുള്ള തോക്ക്, കൈബോംബ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഈ ഉർവശി മേനകമാർക്ക് വേണ്ടി ഞങ്ങളിവിടെ വരുന്ന കാര്യം ഗംഗ അറിയരുത്. എനിക്കറിയില്ലേ അവന് ജീവിതം ആസ്വദിക്കാൻ അറിയില്ലെന്ന്. എന്നാലും അവൻ നിങ്ങൾക്കൊരു നേതാവാണ്. Hey. Na. നിങ്ങൾക്ക് നീ അറിയാം? നിന്നെ അറിയുമോന്നോ? എടാ ദ്രോഹി, നീയാണോടാ എനിക്ക് പിച്ച തരുന്നത്? ഞാൻ എങ്ങനെയാ പിച്ചക്കാരിയായെന്ന് നിനക്കറിയാമോ? നീ കാരണമാടാ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ല അല്ലേ? എന്റെ ഭർത്താവിനെ നീ കൊന്നു, എന്റെ മകനെ നീ കൊന്നു.
നിന്റെ ചോരക്കൊതിയാണടാ എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോഴെനിക്ക് പണം തരാൻ വന്നിരിക്കുന്നു. ഇതെന്റെ കുഞ്ഞിന്റെ ചോരയാടാ, ചോര. നീ എത്ര ദൈവത്തെ വിളിച്ചാലും പ്രയോജനമില്ല. ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കും. നീ എവിടെ പോയി ഒളിച്ചാലും ദൈവം നിന്നെ വെറുതെ വിടില്ലടാ. എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊന്നതുപോലെ നിന്നെ ആരെങ്കിലും വെട്ടി നുറുക്കി കൊല്ലുവേടാ.